മറ്റു വാർത്തകളിലേക്ക്. പാനൂർ സ്ഫോടന കേസിൽ 3 പേർ അറസ്റ്റിൽ. ഷെബിൻ ലാൽ, കെ അതുൽ, കെ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. കൈവേലി സ്വദേശി സായൂജ് പാലക്കാട് കസ്റ്റഡിയിലാണ്. വിവരങ്ങൾ നൽകാൻ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, 3 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഈ 3 പേരും CPM പ്രവർത്തകരാണോ? ഈ സ്ഫോടനം നടക്കുമ്പോൾ ഇവർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നോ? ശ്രുതി, 4 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചെറുപറമ്പ് സ്വദേശി ഷെബിൻ ലാൽ, കുന്നൂത്തുപറമ്പ് സ്വദേശി അതുൽ, ചെണ്ടിയാട് സ്വദേശി കെ അരുൺ, അതോടൊപ്പം തന്നെ സായൂജ്. ഈ 4 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിട്ടുള്ളത്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സായൂജിനെ പാലക്കാട് വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. കോയമ്പത്തൂരേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തീവണ്ടി യാത്രയ്ക്കിടെ പാലക്കാട് വെച്ചാണ് സായൂജിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ സായൂജിനെ പാനൂരിൽ എത്തിച്ചതിന് ശേഷം 4 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിടിയിലായ 4 പേരും CPMന്റെ പ്രാദേശികമായി CPM പ്രവർത്തകരാണെന്നാൽ ഇവർ പാർട്ടി മെമ്പർമാരല്ല എന്നും പോലീസ് പറയുന്നുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണമാണ് നടത്തുന്നത്. കാരണം നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടക്കുന്നതും കഴിഞ്ഞ ദിവസം പുലർച്ചെ സ്ഫോടനമുണ്ടായി ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഈ വീടിന്റെ ഉടമസ്ഥ പാനൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. താൻ അറിയാതെ തന്റെ വീട്ടിൽ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തിയതിനും വീടിനകത്ത് അതിക്രമിച്ച് കയറിയ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടാണ് വീട്ടുടമ രാധ പാനൂർ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടും സമഗ്രമായ അന്വേഷണം നടത്തുന്നത്. കൂത്തുപറമ്പ് ACPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കണ്ണൂർ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഒരു സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പാനൂർ പെരിങ്ങളം ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 8 പേർ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതായാണ് ഒരു പ്രാഥമിക നിഗമനം. 4 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിൽ ഒരാൾ മരിച്ചു. മറ്റ് 4 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഈ കേസിനകത്ത് CPMന്റെ പങ്കാണ് പ്രതിപക്ഷത്ത് കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നെങ്കിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാനൂർ ഏരിയ കമ്മിറ്റിയും ഈ പ്രതികളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പ്രതികളെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നാണ് പാനൂർ ഏരിയ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതെന്നാൽ പ്രതിപക്ഷമായ കോൺഗ്രസും BJPയും ഇത് തെരഞ്ഞെടുപ്പ് മുഖത്ത് വലിയ ആയുധമാക്കുന്നതിൽ CPMനകത്ത് വലിയ അസ്വാരസ്യം ഉയരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തെളിയാൽ പ്രതികളെ തള്ളിപ്പറയും. പ്രതികൾക്ക് യാതൊരുവിധ പിന്തുണയും നൽകില്ലെന്ന് പാർട്ടി നേതൃത്വം ഇടയ്ക്കിടെ പറയുന്നുണ്ട്. കൂടാതെ വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ ശൈലജയും പ്രതികളും ഒപ്പമുള്ള ചിത്രവും കഴിഞ്ഞ ദിവസം UDF പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കെ ശൈലജയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ആരെയും തനിക്കറിയില്ലെന്നും താൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് പലരും തന്നോടൊപ്പം വന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നും അത്തരത്തിൽ ആരെങ്കിലും ആയിരിക്കാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായി ഇത് കോൺഗ്രസും BJPയും വലിയ ആയുധമാക്കുന്നുണ്ട്. ശ്രുതി, വ്യക്തമാണ്. പാനൂർ സ്ഫോടന കേസിലാണ് ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഷെബിൻ ലാൽ, കെ അതുൽ, കെ അരുൺ എന്നിവർ CPM പ്രവർത്തകരാണ്. ഇതിന്റെ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കോൺഗ്രസും BJP അടക്കം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കിയെടുക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ DYFI പ്രവർത്തകരെ കുത്തിയ കേസിൽ ഒരാൾ പിടിയിൽ. മുതിയവിള സ്വദേശി ജോബിയാണ് കസ്റ്റഡിയിലായത്. സജിൻ, ശ്രീജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇപ്പോൾ ഒരാൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഇന്നലെ രാത്രി 11:30 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 2 DYFI പ്രവർത്തകരെക്കാണ് കുത്തേറ്റത്.